പായിപ്ര പഞ്ചായത്തിലാണ് ഐതിഹ്യവും ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന പോയാലിമല അഥവാ ആലിപോയ മല. സമുദ്രനിരപ്പിൽ നിന്ന് 300 അടി ഉയരത്തിലാണ് പോയാലിമല സ്ഥിതി ചെയ്യുന്നത്. മുളവൂരിൻ്റെയും പായിപ്രയുടെയും ഇടയിലാണ് പോയാലിമല. ഏകദേശം 1 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട്. 400-500 അടി പൊക്കം വരുന്ന ഈ കരിമ്പാറക്കെട്ടുകൾക്ക്. തൻ്റെ ജന്മദേശത്തെ കഥകളിലൂടെ അടയാളപ്പെടുത്തിയ നമ്മുടെ നാടിൻ്റെ എഴുത്തുകാരനാണ് എം കബീർ. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അതിഥി നമുക്ക് ഏറ്റവും സുപരിചിതനായ എം കബീർ സാറാണ്. സാർ, നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. എം കബീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പ്രശസ്തമായിട്ടുള്ള ബുക്കുകൾ എഴുതിയിട്ടുള്ള ഒരു രചയിതാവാണ് സാറ്. ഇപ്പോൾ സാറിൻ്റെ ആദ്യത്തെ ബുക്ക് പക്ഷിസങ്കേതമാണ്. അതിൽ സാർ എഴുതിയിട്ടുള്ള ചെറുകഥകളെയാണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത് എഴുതിയത് ഓത്തുപള്ളിക്കാലം. അത് സാറിൻ്റെ ചെങ്ങാതിമാരും പള്ളിക്കൂടവും സാറിന് നല്ല നല്ല ഓർമ്മകളും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. പിന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള ഈ രണ്ടിൽ നിന്നും വേറിട്ടതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദ്രാവിഡം. അതിന് പറയുകയാണെങ്കിൽ സാറ് നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടും അവയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രചനയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം പ്രശസ്തമായ ആളുകളുള്ള സ്ഥലമാണ് നമ്മുടെ പേഴിക്കാപ്പള്ളി. അപ്പം നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് സാറിൻ്റെ രചനകളിൽ വന്നിട്ടുണ്ട്, ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രാവിഡത്തിൽ സാറ് പരാമർശിച്ചിട്ടുള്ള നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയാമോ? മോളുടെ ചോദ്യം വളരെ സന്തോഷം തരുന്നതാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എഴുതുന്ന ആളുകളെല്ലാവരും അവർ ജീവിച്ച ഭൂമി, അവരുടെ നാട്, അതിനെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ വളരെ പ്രശസ്തമായ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം എടുത്താൽ അദ്ദേഹം ജീവിച്ച ഖസാക്കിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ഈ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു 10-16 ഏക്കർ വരുന്ന ഒരൊറ്റ ഭൂമിയുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു ചെറിയ കുന്നുണ്ട്. ഈ കുന്നിന് തൊട്ട് താഴെയാണ് ഞാൻ പറയുമ്പോൾ വളരെ പ്രശസ്തമായ പാപ്പാളത്തോടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിറന്നു വീണു എന്ന് പറയുന്ന പോലും പാപ്പാളത്തോട് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ചെറിയ മുഖഛായയാണ്. ഈ പാപ്പാളത്തോട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജോഗ്രഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉദയം കൊള്ളുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് പോയാലിമലയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കണ്ടത് ഈ പാപ്പാളത്തോടാണ്.